Watch full episodes on Jio Hotstar. ഹലോ നൈറ്റ്മെയർ മജീഷ്യൻ. ഓ, അപ്പൊ നീയാണല്ലേ ഈ കളി കളിച്ചത്? നീ എന്നെ ട്രാപ്പ് ചെയ്യാൻ നോക്കുമായിരുന്നു അല്ലേ? ഇപ്പൊ നിന്നെ ഫേസ് ടു ഫേസ് മീറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമല്ലേ? പക്ഷെ നിന്നെ അങ്ങനെ പെട്ടെന്നൊന്നും കാണാൻ പറ്റില്ലല്ലോ. കണ്ടില്ലെങ്കിൽ എങ്ങനെ വഴക്കിടുന്നത്, എങ്ങനെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? ഒന്നെങ്കിൽ നേരിട്ട് ഫൈറ്റ് ചെയ്യേ, അല്ലെങ്കിൽ തിരിഞ്ഞു നോക്കാതെ ഓടിക്കോ. രുദ്ര, ഞാൻ ഫൈറ്റ് ചെയ്യും, ഉറപ്പായിട്ടും ചെയ്യും. പക്ഷെ എന്റെ ഫൈറ്റ് ചെയ്യുന്ന രീതി വളരെ വ്യത്യസ്തമാണ്. ഞാൻ എന്റെ സമയത്താണ് ഫൈറ്റ് ചെയ്യുന്നത്. അതിനുള്ള സ്ഥലവും എന്റേതായിരിക്കും, സ്വപ്നവും എന്റേതായിരിക്കും. നിനക്ക് ഉറക്കം മാത്രമായിരിക്കും സ്വന്തം, മറ്റുള്ളതെല്ലാം എന്റേതാണ്. നീ എത്ര നേരം ഇങ്ങനെ ഉറങ്ങാതിരിക്കും? നീ ഉറങ്ങുന്നത് വരെ ഞാനിവിടെ കാത്തിരിക്കും. ബൈ ബൈ. രുദ്ര, ആത്മവിശ്വാസം നല്ലതാണ്, പക്ഷെ അത് അധികമായാൽ അപകടവുമാണ്. അത് ശരി, അപ്പൊ നീ ഇവിടെയാണല്ലേ പതുങ്ങിയിരിക്കുന്നത്? നൈറ്റ്മെയർ മജീഷ്യൻ, ഇപ്പൊ നിനക്ക് ഒരു നല്ല പാഠം പഠിപ്പിച്ചുതരാം. നിനക്കൊരു കാര്യം അറിയോ? ഈ കളർഫുൾ സ്മോക്ക് എന്താണെന്ന്? ഇത് ഉറങ്ങാനുള്ള സ്മോക്കാണ്, സ്ലീപ്പിംഗ് സ്മോക്ക്. നീ എത്രയും പെട്ടെന്ന് ഇവിടെ കിടന്ന് ഉറങ്ങിപ്പോകും. അങ്ങനെ നീ ഉറങ്ങിയതിനു ശേഷം ഞാൻ നിനക്ക് പേടിപ്പിക്കുന്ന സ്വപ്നങ്ങൾ തരും, അതിഭീകരമായ സ്വപ്നങ്ങൾ. നീ അലറി കരയും, നിലവിളിക്കും. അതോടെ നിന്റെ കഥ തീരും. പോകൂ പോകൂ, ഇനി നീ എത്ര ദൂരം പോകും? നിനക്കെപ്പോഴെങ്കിലും ഉറങ്ങിയല്ലേ പറ്റൂ. അങ്ങനെ നീ ഉറങ്ങുമ്പോൾ ഞാൻ അവിടെ പറന്നെത്തും. പിന്നെ നീ കണ്ണു തുറക്കാൻ ഞാൻ സമ്മതിക്കില്ല. മൈറ, വരുൺ, എനിക്ക് നല്ല ഉറക്ക. മേഡം കോണുങ്ക ഇവിടെ പോയി. സ്വപ്നത്തിൽ പോലും കരുതിയില്ല. എന്നാലും രുദ്രയ്ക്ക് ഇങ്ങനെ ഒരു അവസ്ഥയായല്ലോ. ഇവനെ വിളിച്ചുണർത്തണം, അല്ലെങ്കിൽ നമ്മൾ സ്വപ്നം കാണേണ്ടി വരും. ഇപ്പൊ ഇവന് മാത്രമേ നമ്മളെ രക്ഷിക്കാനാവൂ. രുദ്രയ്ക്ക് എന്ത് സംഭവിച്ചു? മാഡം കനങ്കോ, രുദ്രയെ നൈറ്റ്മെയർ മജീഷ്യൻ അറ്റാക്ക് ചെയ്തിരിക്കുകയാണ്. ഞങ്ങൾ രുദ്രയുടെ പുറകെ ചെന്നിരുന്നു. അപ്പൊ ഞങ്ങൾ കണ്ടത് ഇവൻ ഉറക്ക ക്ഷീണത്തിൽ താഴേക്ക് വീഴുന്നതാണ്. പക്ഷെ ഞങ്ങൾ കറക്റ്റ് സമയത്തിന് അവിടെ എത്തിക്കഴിഞ്ഞു. എന്നിട്ട് ഉടൻ തന്നെ രുദ്രനെ ഇവിടെ കൊണ്ടുവരികയും ചെയ്തു. നിങ്ങൾ രണ്ടാളും വളരെ നല്ല കാര്യം ചെയ്തിരിക്കുന്നേ. വെൽ ഡൺ. ഓൾ ടീച്ചേഴ്സ്, എന്നെ ഒന്ന് സഹായിക്കേ. മാഡം കോണുങ്കോ. രുദ്ര, ഒന്ന് വിശ്രമിക്കൂ. നീ ഇപ്പോൾ ഓക്കെ ആണോ? യെസ് മാഡം കോണുങ്കോ. ആ മജീഷ്യൻ എനിക്കെതിരെ സ്ലീപ്പിംഗ് സ്മോക്ക് ബോംബ് ഉപയോഗിച്ചു. അവൻ എന്നെ ഡീപ് സ്ലീപ്പിൽ കൊണ്ടുപോകാൻ ശ്രമിച്ചതാ. എന്നിട്ട് എൻ്റെ സ്വപ്നത്തിലേക്ക് ചെന്ന് എന്നെ ഇല്ലാതാക്കാനാണ് ശ്രമിക്കുന്നത്. പക്ഷെ ഇപ്പം എനിക്കറിയാം അയാൾ എവിടെയാണ് ഉള്ളതെന്ന്. വെരി ഗുഡ് രുദ്ര. നമ്മുടെ കൈവശം അവന്റെ ലൊക്കേഷൻ ഉണ്ട്. ഇനി ആവശ്യം നല്ലൊരു മാസ്റ്റർ പ്ലാൻ ആണ്.
ഉറങ്ങട്ടെ. എന്താ ഇവിടെ നടക്കുന്നേ? നിങ്ങൾ എന്തായി കാണിക്കുന്നേ? ഓ, അപ്പോൾ ഇതൊക്കെ നിന്റെ പണിയായിരുന്നു അല്ലേ രുദ്ര? ഹലോ മജീഷ്യൻ. നീ എന്നെ ഉറങ്ങാൻ സമ്മതിക്കില്ല അല്ലേ? നിന്നെ ഇപ്പോ ഞാൻ എന്നേക്കുമായി ഉറക്കാൻ പോവുകയാണ്. നീ ഞങ്ങൾ ഉറങ്ങാൻ സമ്മതിച്ചില്ലല്ലോ, അതുകൊണ്ട് ഞങ്ങളും നിന്നെ ഉറങ്ങാൻ സമ്മതിക്കില്ല. നിനക്ക് ഉറങ്ങിയാലേ പറ്റൂ. വേണമെങ്കിൽ ഫേസ് ടു ഫേസ് നമുക്ക് ഏറ്റുമുട്ടാം, പഴയ കണക്കൊക്കെ ഒന്ന് തീർക്കാം. എങ്കിൽ വരൂ രുദ്ര, നിനക്കത് ഇഷ്ടമുള്ള കാര്യമല്ലേ ഫേസ് ടു ഫേസ് ഫൈറ്റ് ചെയ്യുന്നത്? 1 to 1 ഫൈറ്റ് ചെയ്യുന്ന കാര്യം നീ എന്റെ രീതിയിൽ ഫൈറ്റ് ചെയ്യാൻ എന്നെ അനുവദിക്കില്ല അല്ലേ? എങ്കിൽ ശരി, നിന്റെ രീതിയിൽ തന്നെ നമുക്ക് ഫൈറ്റ് ചെയ്യാം. ഞാൻ ഇപ്പോൾ തന്നെ നിന്നെ അവസാനിപ്പിക്കും രുദ്ര. നിന്റെ അഹങ്കാരം ഞാൻ ഇന്ന് നിർത്തും. രുദ്രയുടെ പ്രായവും രുദ്രയുടെ മാജിക്കും ഒരിക്കലും സംശയിക്കരുത്. അവിടെ നിൽക്ക്, നീ എങ്ങോട്ടാണ് ഈ പോകുന്നത്? നമ്മൾ തമ്മിൽ പരസ്പരം പോരാടുമ്പോൾ ആരും ഇടയിൽ വരില്ല. ഞാനത് അപ്പോഴേ പറഞ്ഞതല്ലേ, ഫൈറ്റ് ചെയ്യുന്ന സമയം എന്റേതാണ്, സ്ഥലവും എന്റേതാണ്, സ്വപ്നങ്ങളും എന്റേതാണ്. പക്ഷേ ഉറക്കം അത് മാത്രം നിന്റേതായിരിക്കും. എവിടെ പോയി? ഇനി നീ എങ്ങനെ രക്ഷപ്പെടും രുദ്ര? അതെല്ലാം പറന്ന് പറന്ന് നിന്റെ അടുത്തെത്തിച്ചേരും. തടഞ്ഞാലും തടഞ്ഞില്ലെങ്കിലും അത് എത്തിച്ചേരും. നീ ഉറങ്ങിയേ മതിയാവൂ. നിനക്ക് ഫൈറ്റ് ചെയ്യാൻ വലിയ ആഗ്രഹമായിരുന്നില്ലേ? ഇറങ്ങി വാ, വാ, നമുക്ക് യുദ്ധം ചെയ്യാം. Zibaiska, multi-target attack. അവിടെ നോക്ക്, രുദ്രയ്ക്ക് ഉറക്കം വരുന്നു. അവൻ ഉറങ്ങിപ്പോയാൽ പിന്നെ പ്രശ്നമായി പോവും. അവനെ എങ്ങനെയെങ്കിലും ആ ബബിളിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരണം. ആരും ഞങ്ങളെ ഡിസ്റ്റർബ് ചെയ്യരുത്. ഞാനും രുദ്രയും തമ്മിൽ ഫൈറ്റ് ചെയ്യാൻ പോവാണ്. ഞാൻ നേരിട്ട് അവന്റെ സ്വപ്നത്തിൽ ചെന്ന് എന്നിട്ട് നേരിട്ട് അവനെ സൂപ്പർവൈസ് ചെയ്യും. അവൻ അലറിക്കരയും നിലവിളിക്കും. ആ കാര്യത്തിൽ ഇന്നെന്നെ ആർക്കും തടഞ്ഞു നിർത്താനാവില്ല. ഇവൻ എന്നെ ഒരുപാട് ശല്യപ്പെടുത്തി. ഞാനിപ്പോൾ തന്നെ നിന്റെ സ്വപ്നത്തിലേക്ക് എത്താൻ തയ്യാറെടുക്കുകയാണ് രുദ്ര. ഹലോ നൈറ്റ്മെയർ മജീഷ്യൻ, ഞാനിപ്പോ ഉറങ്ങാൻ പോവാ. തന്റെ ഉടക്കത്തെ സ്വപ്നം കൊണ്ട് വരുന്നുണ്ടോ അതോ? ഞാനിതാ വരുന്നു. ഒരു കാര്യം ഓർത്തോ, ഒരുപക്ഷെ സ്വപ്നത്തിൽ നിന്ന് ഞാൻ പുറത്തു വന്നില്ലെങ്കിൽ പിന്നെ നിനക്കും വരാൻ പറ്റില്ല. ഈ കവചം കാണുന്നുണ്ടല്ലോ. എന്താ ഇതൊക്കെ? ഇതെങ്ങനെ എന്റെ ദേഹത്ത് വന്നത്? നീ 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 എന്നോട് എന്താ ചെയ്തത്? രുദ്ര, വരൂ, വന്ന് രക്ഷിക്കേ. ഇല്ലെങ്കിൽ ഞാൻ ഇവരെ താഴേക്ക് വലിച്ചെറിയാൻ പോവുകയാണ്. ഇവർ 1000 വഴി താഴേക്ക് പോകും, പാതാളത്തിൽ ചെന്ന് വീഴും. നോ നോ നോ, ഇപ്പോൾ നിനക്ക് മാജിക്കും ചെയ്യാനാവില്ല, പറക്കാനും ആവില്ല. നിനക്ക് ഈ ബ്രിഡ്ജിൽ കൂടി നടന്നു വേണം വരാൻ.
ഇത് എന്റെ സ്വപ്ന ലോകമാണ്. ഇവിടെ എന്റെ റൂൾസ് ആണ് നടക്കുന്നത്. മുത്തശ്ശൻ എപ്പോഴും പറയാറുണ്ട്, ഫോക്കസ് ആൻഡ് ബിലീവ്. ഞാൻ സ്വപ്നത്തിലാണ്, പക്ഷെ എനിക്ക് എപ്പോഴും മാജിക് ചെയ്യാൻ പറ്റും. ഞാൻ മാജിക് എന്തായാലും ചെയ്യും. ഫോക്കസ് ആൻഡ് ബിലീവ്. ഫോക്കസ് രുദ്ര. ഫോക്കസ്. ഇതെങ്ങനെ സംഭവിക്കും? നീ എങ്ങനെയാ ഈ മാജിക് ചെയ്തത്? ഇതെങ്ങനെയാ സംഭവിച്ചത്? അത് കണ്ടോ, സ്റ്റോറിയിലെ ഒരു ട്വിസ്റ്റ്. ഇപ്പൊ മെജീഷ്യനാണ് നിലവിളിക്കുന്നത്. വരുൺ, രുദ്രയാണ് മെജിഷ്യന് നൈറ്റ്മെയർ കാണിക്കുന്നത്, അല്ലെങ്കിൽ മെജിഷ്യൻ രുദ്രയ്ക്കോ? ഇത് കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് രുദ്രയാണ് സ്വപ്നം കാണിക്കുന്നതെന്ന്. രുദ്ര രുദ്ര, ഈ കാണുന്ന ജീവികൾ നിന്റെ ദേഹത്ത് തൊട്ടാൽ നീ എന്നേക്കുമായി സ്വപ്നങ്ങൾ കാണുന്നത് അവസാനിപ്പിക്കും. കാരണം സ്വപ്നം കാണാൻ നീ ജീവിച്ചിരിപ്പുണ്ടാവില്ല. എന്താ ചെയ്യുന്നേ? നീ എന്തായി ചെയ്യുന്നേ? രുദ്ര, നീ എന്തായി ചെയ്യുന്നേ? മാറ് രുദ്ര, മാറാനാ പറഞ്ഞത്. ഞാൻ നിന്നെ വെറുതെ വിടില്ല. അയ്യോ, രക്ഷിക്കണേ. അയ്യോ. പേടിച്ചോ, ഇനിയും പേടിക്കണം. എന്തൊക്കെയോ ഡയലോഗ് അടിച്ചിരുന്നല്ലോ, ഞാനത് ഓർക്കുന്നില്ല. കൊണ്ടുവരൂ, എന്റെ ഈ സ്വപ്നങ്ങൾ കൊണ്ടുവരൂ. നീ ഒരുപാട് പേടിപ്പിക്കുക. പിന്നെ എന്തൊക്കെയാ പറഞ്ഞേ? എന്റെ നിലവിളി ശബ്ദമൊക്കെ നിനക്ക് ഒരുപാട് ശക്തി ഉണ്ടാക്കുന്നു അല്ലേ? പക്ഷെ ഇപ്പൊ എന്തായി? ശരിക്കുള്ള കളി നടക്കാൻ പോകുന്നേ.
ഇനി നീ എങ്ങനെ രക്ഷപ്പെടും രുദ്ര? ദേ നോക്കൂ, ഞാനല്ല, അയാളാണ് നിങ്ങളുടെ ഉറക്കമൊക്കെ ഇല്ലാതാക്കിയത്. നിങ്ങളുടെ ആ ദേശം അവന്റെ മേലെ കാണിക്കൂ. എന്നെ രക്ഷിക്കണേ! അയ്യോ രക്ഷിക്കണേ! അയ്യോ രുദ്ര, ഹെൽപ്പ്! രുദ്ര! അയ്യോ രക്ഷിക്കണേ! അയ്യോ! അയ്യോ! രുദ്ര, ഹെൽപ്പ്! ഇനി പറ, സ്വപ്നത്തിൽ ഇങ്ങനെ പേടിച്ചു വരയ്ക്കുന്നത് നല്ല രസമുണ്ടോ? എന്നെ രക്ഷിക്ക് രുദ്ര, എന്നെ രക്ഷിക്ക്! ഇല്ലെങ്കിൽ ഇവരെ പിടിച്ചു വലിച്ച് അവരോടൊപ്പം കൊണ്ടുപോകും. പിന്നെ എനിക്ക് ഒരിക്കലും തിരിച്ചു വരാനാവില്ല. വിരലിനൊടിക്ക്, എന്നിട്ട് എന്നെ സ്വപ്നത്തിൽ നിന്ന് പുറത്തിറക്ക്. ഹലോ, ചെല്ല്. രുദ്ര, താങ്ക് യു. നീ എന്നെ രക്ഷിച്ചു. സോറി, ഞാൻ എല്ലാവരെയും ബുദ്ധിമുട്ടിപ്പിച്ചു. മാഡം, കുട്ടികൾ, നിങ്ങളെല്ലാവരും എനിക്ക് മാപ്പ് തരണം. ഇനി ഒരിക്കലും ഞാൻ ഈ വഴിയിലേക്ക് വരികയില്ല. ഞാൻ പോവുകയാണ്. ഞാൻ നിന്നെ പോകാൻ അനുവദിക്കില്ല. നിനക്ക് ശിക്ഷ നൽകും. വേണ്ട, ശിക്ഷയും കുഷയും ഒന്നും വേണ്ട. ഞാൻ ഇവിടുത്തെ സ്ഥലം വിടുകയാണ്. നീ വീണ്ടും എല്ലാവരും രക്ഷിച്ചിരിക്കുന്നു. Watch India's largest kids library only on Jio Hotstar. Download the app now.